ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനിരിക്കുന്നത് ലോകമെമ്പാടുമുള്ളവരിൽ അധികം അറിയപ്പെടാത്ത പക്ഷേ അതുല്യ പ്രതിഭയുള്ള ഒരു മനുഷ്യന്റെ കഥയാണ്. ചരിത്രം പലപ്പോഴും ചില മഹാന്മാരെ മറന്നുപോകും. അവരുടെ സംഭാവനകൾ മാറ്റിനിർത്തിയെങ്കിലും കാലത്തിന്റെ തിരമാലകളിൽ അവരെ തിരികെ കണ്ടെത്തുന്നവരും ഉണ്ട്. അങ്ങനെ മറവിക്ക് പിന്നിൽ പോയ ഒരു അസാമാന്യ പ്രതിഭയെക്കുറിച്ചാണ് ഈ കഥ. ഒരു കാലത്ത് ഗണിതശാസ്ത്രത്തിലും യാന്ത്രികതന്ത്രത്തിലും അസാധാരണ കഴിവുള്ള ഒരാൾ ജീവിച്ചിരുന്നു. ആധുനിക കമ്പ്യൂട്ടറുകളുടെ അടിത്തറ സ്ഥാപിച്ചവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ചരിത്രം അവനെ ലോകത്തിനു മുമ്പിൽ ഉജ്ജ്വലമായി അവതരിപ്പിച്ചില്ല. അവൻ ജനിച്ച കാലത്ത് ശാസ്ത്രവും ഗണിതവും അത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളായിരുന്നില്ല. പക്ഷേ ചെറുപ്പം മുതലേ അവന്റെ താൽപ്പര്യം പൊതുരീതികളിൽ നിന്ന് മാറിനിൽക്കുന്നതായിരുന്നു. പഠനത്തിലും ഗവേഷണത്തിലും അതിയായ താൽപ്പര്യവുമായി യുവാവായി വളർന്നപ്പോൾ തന്നെ വലിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വഴിയൊരുക്കി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് അവൻ ലോകത്തെ അമ്പരപ്പിക്കുന്ന ചില ആശയങ്ങൾ അവതരിപ്പിച്ചു. കണക്കുകൂട്ടലുകൾ സൂക്ഷ്മവും ശാസ്ത്രീയവുമായിരിക്കുക എന്നത് അവന്റെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു. എന്നാൽ ഭാവിയിൽ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന കണക്ഷനുകൾക്കായുള്ള പദ്ധതികൾ അദ്ദേഹം മുമ്പേ കണക്കാക്കിക്കഴിഞ്ഞിരുന്നു. തന്റെ കാലത്ത് അദ്ദേഹം നിർമ്മിച്ച ഉപകരണങ്ങൾ അതിന്റെ പ്രായോഗിക പ്രയോഗം നേടിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക പരിഷ്കാരങ്ങളുടെ പരിമിതികൾ, ഇവയെല്ലാം അവന്റെ കണ്ടെത്തലുകൾക്ക് വിരോധമായി പ്രവർത്തിച്ചു. എന്നാൽ പലരെയും ഏറെ സ്വാധീനിച്ച ഒരു സാങ്കേതിക വിപ്ലവത്തിന്റെ വിത്ത് അവനൂകയായിരുന്നു. ആദ്യത്തെ യാന്ത്രിക കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഗവേഷണങ്ങൾക്കു പിന്നിലെ ഉദ്ദാത ചിന്തകൾ അവനായിരുന്നു. കണക്കുകൾ കൂടുതൽ ശുദ്ധമായ രീതിയിൽ നിർവഹിക്കാൻ യാന്ത്രിക പദ്ധതികൾ വികസിപ്പിക്കണമെന്ന് അവൻ കരുതിയിരുന്നു. അതിന്റെ ഭാഗമായി താൻ കണ്ടുപിടിച്ച യന്ത്രങ്ങൾ പിന്നീട് കമ്പ്യൂട്ടറുകളുടെ വികസനത്തിന് ഒരു അടിത്തറയായി. അദ്ദേഹം അന്തരിച്ചപ്പോൾ ലോകം അദ്ദേഹത്തെ വേണ്ടത്ര വിലമതിച്ചില്ല. പക്ഷേ കാലം കടന്നുപോയപ്പോൾ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ടുതന്നെ കാലം എത്ര കഴിഞ്ഞാലും അവന്റെ പ്രതിഭ തെളിയിച്ച വെളിച്ചം ഒരിക്കലും മങ്ങിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കഥയിലെ വ്യക്തി മറ്റാരുമല്ല, സാക്ഷാൽ ചാൾസ് ബാബേജ്.